ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലൊന്നും ഇല്ലാത്ത ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചിക്കനിലേക്ക് ഇതാ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി കുറച്ച് കൂടുതലും മുളക് പൊടി കുറച്ച് കുറവായിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ച് വിനാഗിരിയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ചിക്കൻ നമ്മൾ നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതവിടെ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ വേറൊരു ബൗൾ എടുക്കുക കേട്ടോ. അപ്പോൾ ആ ബൗളിലേക്ക് നമ്മൾ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മൈദ എടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്ത മൈദ കുറവായിരുന്നു കേട്ടോ. പിന്നെ രണ്ടാമത് ഞാൻ ബാറ്റർ ഉണ്ടാക്കിയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ തന്നെ മൈദ എടുത്തിട്ട് വേണം കേട്ടോ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാനൊരു കപ്പോളം മൈദയൊക്കെ എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അതിലേക്ക് സെയിം പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. കാരണം നമ്മൾ ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടിയും തന്നെ ഇതിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ലൂസാക്കിയിട്ട് ഒരു ബാറ്ററാക്കി എടുക്കുകയാണ്. അങ്ങനെ ആ മൈദൻ്റെ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലൂസിനാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ബാറ്റർ കുറച്ച് കുറവായിരുന്നു കേട്ടോ. പിന്നെ രണ്ടാമതും ഇതേ രീതിക്ക് തന്നെ ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ ഒരു പാക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്രെഡുകളൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര വേണ്ട വെച്ചാൽ അത്രത്തോളം വേണം കേട്ടോ നമ്മൾ ബ്രെഡൊക്കെ എടുക്കാൻ. അപ്പോൾ ഞാൻ ഈ ബ്രെഡിൻ്റെ ആദ്യത്തെ മുകളിലത്തെ പീസും ലാസ്റ്റ് വരുന്നുണ്ടല്ലോ ആ പീസും ഒക്കെ നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിരുന്നുണ്ടോ. കാരണം നമ്മൾ ഈ ബ്രെഡ് വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ വെച്ചിട്ട് നമ്മൾ ബ്രെഡ് ക്രംസും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസും ഇതിലേക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഈ ബ്രെഡ് വെച്ചിട്ട് തന്നെയാണ് ഇത് രണ്ടും ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഞാൻ ഈ ബ്രെഡൊക്കെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കേണ്ട. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റൗണ്ടില്ല വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ എൻ്റെ കയ്യിൽ റൗണ്ട് ഷേപ്പ് കിട്ടാൻ ഈ ഗ്ലാസ് മാത്രമാണ് കേട്ടോ ഞാൻ കണ്ടത്. അപ്പോൾ അതെടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ബ്രെഡ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ആവശ്യത്തിനുള്ള ബ്രെഡൊക്കെ എടുത്തിട്ട് എല്ലാം ഇങ്ങനെ റൗണ്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ റൗണ്ടിൽ ഇത് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കി എടുത്താൽ മതി. ബാക്കി നമ്മൾ അതിൻ്റെ സൈഡ് പീസൊക്കെ നമ്മൾ ബ്രെഡ് ക്രംസിനായിട്ട് മിക്സിൻ്റെ ജാറിലും ഇട്ട് കൊടുത്തിട്ടുണ്ടോ. ഇനി നമുക്ക് ഇത് നല്ലോണം പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ആ ബ്രെഡിൻ്റെ സൈഡൊക്കെ നമ്മളിങ്ങനെ ക്രംസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്നാക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമുക്കിനി അതിനേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എല്ലാം കൂടി എടുത്ത് വെച്ചിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബ്രെഡിൻ്റെ പീസ് എടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചിക്കൻ വെച്ചിട്ടുണ്ടല്ലോ ആ ചിക്കൻ എടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അതിന് ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് ബ്രെഡ് പീസ് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബ്രെഡിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചിക്കൻ അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ മറ്റേ ബ്രെഡ് പീസ് നമ്മുടെ ഈ ബാറ്ററിൽ മുക്കി കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അതുമ്മേ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ആ ബ്രെഡുമേ കൂടി നമ്മൾ ഈ ബാറ്റർ ഇങ്ങനെ ആക്കി കൊടുക്കണ്ട. അപ്പോൾ എല്ലാ ഭാഗത്തും ഈ ബാറ്റർ ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതെടുത്തിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ബ്രെഡിൻ്റെ എല്ലാ പീസും എടുത്തിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഒന്നിച്ചാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുഴുവൻ ബ്രെഡ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ബ്രെഡ് പീസ് വെച്ചിട്ടാണ് കേട്ടോ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നല്ലോണം ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ കൂടുതൽ ചൂടുള്ള സമയത്ത് ഇട്ട് കൊടുക്കണ്ടോ. പിന്നെ നമ്മൾ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറേ സമയം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ. കാരണം ഈ ചിക്കന് വേവാത്ത ചിക്കനാണല്ലോ. അപ്പോൾ അത് വെന്ത് കിട്ടുമോ നമ്മളിതിങ്ങനെ കുറഞ്ഞ തീയിലിട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ലോണം വേവിച്ചെടുത്തിട്ട്. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രെഡ് കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ കാരണം നമുക്ക് ഒരുപാട് വലിയ പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളൊന്നും വെച്ചിട്ട് ഡെയിലി ഇങ്ങനെ ഓരോ റെസിപ്പി ഉണ്ടാക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ സാധാരണക്കാർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനും മക്കൾക്കൊക്കെ പറ്റുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ഇതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറേ സമയം നമ്മൾ കുറഞ്ഞ തീയിലിട്ടിട്ട് ഇത് വേവിച്ചെടുത്തിരുന്നു കേട്ടോ. എങ്കിലാണെങ്കിൽ നമ്മളെ ഉള്ളിലെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരിക. അപ്പോൾ നല്ല അടിപൊളിയായി നല്ല ടേസ്റ്റിലൊരു സ്നാക്ക് തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ, താങ്ക്